വീറും വാശിയും നിറഞ്ഞ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ വടകര കയറി ഷാഫി ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് എടുത്തതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക്. പാലക്കാടിനെ ഇടതുപക്ഷത്തു നിന്നും അടർത്തിയെടുത്ത ശേഷം കഴിഞ്ഞ 2 തവണയും മണ്ഡലം സുരക്ഷിതമായി നിലനിർത്തി വന്ന ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. 2011 ആദ്യ മത്സരത്തിനിറങ്ങിയ ഷാഫി സിറ്റിംഗ് MLA ആയിരുന്ന ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായ CPMന്റെ KK ദിവാകരനിൽ നിന്നാണ് 7403 വോട്ടിന് പാലക്കാട് പിടിച്ചെടുത്തത്. 2016 ഭൂരിപക്ഷം 17,483 ഉയർത്തി മണ്ഡലം ഷാഫി നിലനിർത്തി. സംസ്ഥാനത്ത് ആദ്യമായി BJP നഗരസഭാ ഭരണം പിടിച്ച പാലക്കാട് ഇടതുപക്ഷത്തെ 3ാം സ്ഥാനത്തേക്ക് തള്ളിയായിരുന്നു ഷാഫിയുടെ മുന്നേറ്റം. മെട്രോമാൻ E. ശ്രീധരനെ കളത്തിലിറക്കി പാലക്കാട് പിടിക്കാനുള്ള 2021 BJPയുടെ ശ്രമവും ഷാഫിയുടെ വ്യക്തിപ്രഭാവത്തിനു മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചക്ക് കേരളമാകെ കൈയടിച്ചിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഷാഫി ഇല്ലാതെ മറ്റാരിറങ്ങിയാലും പാലക്കാട് പിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ BJP ക്യാമ്പ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട CPMനാകട്ടെ നഗരത്തിൽ സ്വാധീനം കുറഞ്ഞു വരുന്ന സ്ഥിതിയാണ്. ഷാഫിയോളം പോന്ന കരുത്തനെ കളത്തിലിറക്കിയില്ലെങ്കിൽ പാലക്കാട് BJP കൊണ്ടുപോകുമെന്ന് കോൺഗ്രസിലെ ചിലർക്ക് ആശങ്കയുമുണ്ട്. പക്ഷേ പാലക്കാട്ടെ VK ശ്രീകണ്ഠൻ്റെ ഉജ്ജ്വല വിജയം ആ ആശങ്കകളെ അപ്രസക്തമാക്കുന്നു എന്നാണ് കോൺഗ്രസുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇറക്കി മണ്ഡലം നിലനിർത്താനാകും ശ്രമം. അടുത്തിടെ ഇടതുപക്ഷവുമായി അടുത്ത മുൻ DCC പ്രസിഡന്റിന് പാലക്കാട് സീറ്റിൽ ഒരു കണ്ണുണ്ട്. സാധ്യതാ മണ്ഡലമായതിനാൽ BJPക്കും സ്ഥാനാർത്ഥി നിർണയം തലവേദന തന്നെയാണ്. അതേസമയം തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. ആഴത്തിൽ പരിശോധിക്കുമെന്നും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കുമെന്നും സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പരിശോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.